ഏറ്റുമുട്ടാൻ ഏറ്റുമുട്ടാൻ നമ്മള് ഗോവിന്ദനാ അടിച്ച് നല്ല പിമ്പി കുത്തി കൊല്ലും ഞാൻ. എന്താ നോക്കിയിരിക്കുന്നത്? ഇന്നിവിടെ വല്ലതും നടക്കും. ഞാനിതാ വരണ പരീക്ഷകള് ഒരു കുതിരയും കോഴിനെ പേടിക്കില്ല. വേലായും ചട്ടമ്പി വരട്ടെ, കൈഴക്കാളം മാത്തു വരട്ടെ, അല്ലെങ്കിൽ കൊച്ചുവർക്ക് വരട്ടെ. ഗോവിന്ദ, നീ വീട്ടിൽ പോകാൻ നോക്ക്. വെറുതെ നാട്ടുകാരെ കൈ മേടിക്കണ്ട. എന്നാ കൊണ്ടോടെ എരപ്പേ. നീ കോഴിനെ ചുഴയുള്ള ആനങ്ങളുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. കൊച്ചുവർക്ക് ഇവിടുത്തെ രാജാവായിരിക്കും, എന്നാ ഗോവിന്ദൻ മഹാരാജാവാ. അതായത് താൻ പോലീസ് ആണെങ്കിൽ ഞാൻ മന്ത്രിയാകുന്നു. താൻ ചിരിക്കണ്ട. ഈ അങ്ങാടിയിലുള്ള സർവ്വ കഴിവേറുടെ മക്കളും തന്നെ പേടിക്കും. കാരണം ഈ ലോകം മുഴുവൻ തന്നെയാ. തന്നോടറിഞ്ഞ പീഡിയ മുറി ഒഴിപ്പിക്കും, കച്ചവടവും പൂട്ടിക്കും. ഗോവിന്ദന് പീഡിയയില്ല, കച്ചവടമില്ല, പിന്നെ താൻ എന്തൊഴിപ്പിക്കും? ബഹളം ഉണ്ടാക്കാതെ പോടാ. ഞാൻ പോകാം, അതിനാരുടെ അനുവാദമൊന്നും വേണ്ട. നിനക്കിവിടെ എന്തൊക്കെ കച്ചവടമാണ് ഉള്ളത്? മൂക്ക് മുട്ട കേട്ടിട്ടുണ്ടല്ലോ. കേട്ടിട്ടുണ്ട്. അത് നിനക്കെന്താണ്? കോഴിത മൂക്ക് മുട്ട കേട്ടിട്ടുണ്ട്. നിനക്കൊന്നും എന്നെ ഒരു വിലയില്ലേടി. ഒരു ചായ ചോദിച്ചാൽ, ഒരു കഷ്ണം പുട്ടി ചോദിച്ചാൽ നീ വലിയ മുതലാളിച്ചയാവും. പെണ്ണുങ്ങളായ നിലത്ത് നിൽക്കണം, അധികം കിടത്തുള്ളരുത്. ഗോവിന്ദ, മര്യാദക്ക് വീട്ടിൽ പോ. ഇത് രാജമ്മയാണ്. അറിയാം, കണ്ണിനൊരു കുഴപ്പമില്ല. വഴിയിൽ മാറി കള്ളു കുടിച്ച വയറ്റി കിടക്കണം. ശരീരം കേടാക്കാണ്ട് നീ നിന്റെ കാര്യം നോക്കി പോടാ. അത് വീട് പേടിപ്പിക്കല്ലേ. ഇത് ബ്രാൻഡി ഷാപ്പോ അതോ ചായക്കടയോ? എനിക്ക് ഇപ്പൊ അറിയണം. കാശുണ്ടെങ്കിൽ ഒന്നൊരു പെഗ് അടിച്ചിട്ട് പോടാ. അത് പറ, അത് ന്യായം. എടോ നായരെ, തനിക്ക് വേണമെങ്കിൽ മോന്തിച്ച് പോവാൻ നോക്ക്. ഓ, ഒരു ക്ഷണിക്കല്. ഗോവിന്ദ, ഞാൻ നല്ല സ്വഭാവത്തിനെ പറയുന്നേ. കോടേന്ന് ഇറങ്ങി പോടാ. അങ്ങനെ അങ്ങ് പോയാനല്ലേ ഞാൻ വന്നത്. അത് വിട്, വേണ്ടി വന്നാൽ നിന്റെ കൂടെ കടന്നിട്ടേ ഞാൻ പോവും. എടോ പൊട്ടി. എടാ, നിന്നെ കയ്യും കാലും ഞാൻ വെട്ടും. ഇറങ്ങി പോടാ അവിടുന്ന്. എല്ലാം തല്ലേ ഇവളെല്ലാം തലേ. എനിക്കാരും ചോദിക്കാനില്ലാത്തതല്ലേ. വെറുതെ വഞ്ചിക്കാരൻ മാപ്പിള നിനക്ക് വയറ്റിലുണ്ടാക്കിട്ട് കടന്നു കളഞ്ഞത്. ഒരാളുടെ സങ്കടം പറഞ്ഞോണ്ട് വന്നിട്ടില്ല. വെട്ടി കണ്ണു തുറക്കണതിന് മുമ്പ് അതിനെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയ തേവടിച്ചി തന്നെയാടാ ഞാൻ. ആർക്കാടാ ചേതം? ഒരുത്തനും എനിക്ക് വെള്ളം ചൂടാക്കാൻ വരണ്ടടാ. നീ ആരാടാ? പോലീസാ? അതെ മൈസേട്ടാ? മോന്തയ്ക്ക് തൊഴിലാണെങ്കിൽ വണ്ടി കൊണ്ട് പോടാ. നാട്ടുകാരുടെ കുഴപ്പാ. ചുണയുള്ള ആമ്പിള്ളേരെ നാട്ടിലില്ലാഞ്ഞിട്ടാ. അല്ലെങ്കിൽ നാവിക്കിട്ട് ചവിട്ട് കൊടുത്ത പിന്നെ മിണ്ടരുത്. ഓ, ഒരു ആൺകുട്ടി വന്നിരിക്കുന്നു, ചുണക്കുട്ടൻ. നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്കണം. നാളാവില്ല ഇവരോട് സംസാരിക്കാൻ. കഴുത്തിന് ചുറ്റും നാക്ക. രൂപ അന്തി. ആൺകുട്ടി വന്നിരിക്കുന്നു. ആരുടെ അടുത്ത്? രാജമ്മയുടെ അടുത്ത്. അവൾ ആരാ മോള്? അവളൊരാട്ടാട്ടിട്ട് അവന്റെ കണ്ണും തല ചുറ്റിപ്പോണ്ടാവും. കളിക്കാൻ കണ്ടൊരു പെണ്ണേ. നമ്മുടെ സണ്ണിച്ചൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. സണ്ണിച്ചന്റെ അപ്പൻ സാക്ഷാൽ കൊച്ചുവർക്കി മുതലാളി വിചാരിച്ചിട്ടും നടന്നിട്ടില്ല. എന്നിട്ടല്ലേ എങ്ങാണ്ടോന്ന് വന്ന ഒരു പീറ അവളെ നിലയ്ക്ക് നിർത്താൻ പോണേ. മൂക്കിന് താഴെ രോമം കളിച്ചുകൊണ്ട് മാത്രം ആണാവൂല, ചങ്കൂറ്റം വേണം. ചന്ദ്രൻ അതുണ്ടോന്ന് കാണിച്ചു തരാം.
കത്തി താഴെ. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. നിങ്ങളാ പറഞ്ഞത്. അടുക്കരുത്. കത്തി താഴെ ഇടാൻ. അടുത്ത വെട്ടി ഞാൻ. അടുക്കരുത്. അടുക്കരുതെന്നാ പറഞ്ഞേ. വെട്ടി ഞാൻ. ആണെന്ന് വാരി പിടിച്ചാൽ തളർന്നു പോകുന്ന പെണ്ണാടി നീ. വെള്ളച്ചിൽ എന്റെ അടുത്ത് വേണ്ട. ഏതായാലും അവൻ ചുണക്കുട്ടിയാ. അത് പിന്നെ വടക്കനല്ലേ, അഭ്യാസവും മയക്കുമന്ത്രവും ഒക്കെ പഠിച്ചോനാന്നാ പറയുന്നത്. തന്നോട് ആരാ പറഞ്ഞേ? വെറുതെ വായി തോന്നി പറയാ. അഭ്യാസി. എന്റെ ഒരു കൈ തടുക്കാൻ അവനെ കൊണ്ടാവൂ. ഇത് അഭ്യാസിക്ക് പൊണ്ണത്തടി വേണമെന്നില്ല. തടിയും പൊക്കവും കാഴ്ചക്കേ കൊള്ളൂ. ഇതൊക്കെ ഒരു മരുങ്ങ. ആരോഗ്യത്തിൽ അവള് മോശമാണോ? 10-100 വെട്ടുവെട്ടിയില്ല അവള്. ഒരൊറ്റ ഒന്നും ദേഹത്ത് കൊണ്ടില്ല. അഭ്യാസം അല്ലെങ്കിൽ അത് പറ്റുമോ? താൻ കണ്ടോ? ഞാൻ വേണില്ല. എന്നാ കണ്ടിട്ട് പറയടാ നാറി. ഏതാണ്ട് പൊട്ടം മറ്റേ. ആ ഇത് നല്ല കൂത്ത്. അതിന് ഇവനെന്തിനാ ഇങ്ങനെ തുള്ളി കളിക്കണ്? ഇപ്പൊ എല്ലാ കാര്യം കണ്ടിട്ട് പറയാൻ പറ്റുമോ? ദൈവത്തിനെ കണ്ടിട്ടാ നമ്മൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് അല്ലേ? കാണിച്ച ഒരു വീക്കങ്ങ് വീക്കാലുണ്ടല്ലോ. കവള് മുറിഞ്ഞു. ചോര. ദുഷ്ടൻ. പാമ്പ് അടിക്കൂ അവന്. നോക്കിക്കോ, കാല് പാമ്പ് കൊത്തി വലിക്കും. അത് കഴിഞ്ഞില്ലേ ചേച്ചി, ചോറുണ്ട് കിടക്കാൻ നോക്ക്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരുത്തനും ധൈര്യം ഉണ്ടായില്ല. മീശയും പിരിച്ചു വെച്ച് നടക്കുന്ന കുറെ നാരകളുണ്ടല്ലോ ഇവിടെ. എന്താന്ന് അന്വേഷിക്കാൻ പോലും ഒരുത്തനും ഉണ്ടായില്ല. പിന്നെ നാട്ടുകാർക്ക് പതിനല്ലേ നേരം. ആരാ? ഞാനാ. എന്താ വേണ്ടേ? നിങ്ങളൊക്കെ ആണുങ്ങളാന്നും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. പരുത്തൻ ഒരുത്തം വന്ന് ചട്ടമ്പിത്തരം കാണിച്ചിട്ട് ചോദിക്കാൻ ഒരു പട്ടി ഉണ്ടായോ നാട്ടില്? നാട്ടുകാരാണുങ്ങളുണ്ടെന്ന് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. പണ്ട് ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴാ നീ ആ വഞ്ചിക്കാരൻ മാപ്പിളക്ക്. ആ പോട്ടെ. നിനക്കൊരു വീഴ്ച വരുമ്പോ ഈ വേലായുധനൊക്കെ തന്നെ കാണൂ. അത് മനസ്സിലാക്കിയാ മതി. ഇത്രയും കാലം അവനിവിടെ വിലസി. ഇനി നടക്കില്ല, ഞാൻ ഉറപ്പിച്ചു. നീ ഒന്ന് മിണ്ടിയാ മതി. കൊല്ലണോ? അല്ലെങ്കിൽ ഒന്ന് പേടിപ്പിച്ചു വിട്ടാ മതിയോ? എന്റെ കരണത്ത് വീണ് അവന്റെ കൈയിനി പൊങ്ങരുത്. നടത്തിച്ചു വന്നാൽ 100ന്റെ പിടയ്ക്കുന്ന ഒരു നോട്ട്. എനിക്ക് നിന്റെ നോട്ടൊന്നും വേണ്ട. മണൽ കടവിൽ ശവം പോകുന്നത് പുതുമയൊന്നുമല്ല. വേലായുധന് അതിനൊന്നും ഒരു പേടിയും ഇല്ല. വൈകാഞ്ഞ് നീ അത് കാണും. അന്ന് ഞാൻ വരും. നീ ഒന്ന് സൽക്കരിച്ചാ മതി.